കഴിഞ്ഞ ദിവസം ഹുർമൂസിൻ്റെ അടുത്ത് വെച്ച് ഇന്ത്യൻ കൊമേഴ്സ്യൽ കപ്പലിന് നേരെ ഷിപ്പിന് നേരെ അമേരിക്ക ആക്രമണം നടത്തി. 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. അമേരിക്കക്കെതിരെ ഒരക്ഷരം ഉരിയാടാൻ, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതിഷേധമറിയിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കാത്ത വിധം ദുർബലനായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ നാവികർ മത്സ്യബന്ധന ബോട്ടിന് നേരെ വെടിയുതിർത്ത സംഭവത്തിൽ നരേന്ദ്രമോദി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. കേരളത്തിൽ നടന്ന ആ സംഭവത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ച ആളാണ് നരേന്ദ്രമോദി. സോണിയാഗാന്ധിയുടെ പേര് വിളിച്ച് ഇറ്റലിക്കാരായ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ, അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് വലിയ വായിൽ ചോദിച്ച ആളാണ് നരേന്ദ്രമോദി. അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. ഇന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി പ്രതികരിക്കാൻ കഴിയാത്ത വിധം നിശബ്ദനായി മാറിയിരിക്കുന്നു, നിസ്സഹായനായി മാറിയിരിക്കുന്നു. അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കി കഴിയുകയാണ് നരേന്ദ്രമോദി. ഇന്ത്യ ഇറക്കിയ പ്രസ്താവനയിൽ അമേരിക്കയുടെ പേരില്ല, ഒരു വിധത്തിലുള്ള പ്രതിഷേധവുമില്ല, ഒരു അമർഷവും ഇന്ത്യക്കില്ല. ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിയായിട്ടാണ് മോദി ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്താണ് നരേന്ദ്രമോദിക്ക് അമേരിക്കയോട് ഇത്രയധികം വിധേയത്വം? ആ വിധേയത്വത്തിന് കാരണം മോദിയുടെ ദൗർബല്യമാണ്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടാണ്, രാജ്യത്തെ പ്രതിപക്ഷത്തോടാണ് അദ്ദേഹം ശൗര്യവും ക്രൗര്യവും പ്രകടിപ്പിക്കുക. അന്വേഷണ ഏജൻസികളെ വിട്ട് വിരട്ടുകയും മറ്റുള്ളവരെ ഭീതിപ്പെടുത്തി വരുതിയിലാക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദി ദുർബലനാണ്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു മൗനി ബാബയായി മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ അഭിമാനം അമേരിക്കക്ക് മുമ്പിൽ അടിയറ വെക്കുകയാണ് നരേന്ദ്രമോദി. ഇന്ത്യയുടെ അഭിമാനം, ആത്മാഭിമാനം അമേരിക്കക്ക് അടിയറവ് വെക്കുന്ന മോദിയുടെ ഭീരുത്വം നിറഞ്ഞ നയത്തെക്കുറിച്ച് എന്താണ് സംഘപരിവാറിന് പറയാനുള്ളത്? കൊല്ലപ്പെട്ട 3 ചെറുപ്പക്കാരിൽ ഒരാൾ ആദിത്യ ശർമ്മ എന്ന് പറയുന്ന 22 വയസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് മകന്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച്, വേർപാടിനെ കുറിച്ച് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വാർത്ത പങ്കുവച്ചപ്പോൾ അതിനടിയിൽ മിക്കവാറും കമന്റുകൾ കാണുന്നത് കർമ്മ എന്നാണ്. എന്താണ് കാരണം? രാജേഷ് ശർമ്മ എന്ന് പറയുന്ന ആൾ ചില്ലറക്കാരനല്ല. അദ്ദേഹം നമ്പർ 1 സംഘപരിവാറുകാരനാണ്, മോദി ഭക്തനാണ്, മുസ്ലിം വിരോധിയാണ്, രക്തദാഹിയായ ഡ്രാക്കുളയാണ്. അതിൽ പ്രദേശകാരനായ രാജേഷ് ശർമ്മയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ ദുഃഖിക്കുന്നതിന് പകരം ആളുകൾ കർമ്മ എന്ന് ടൈപ്പ് ചെയ്യുന്നു. കാരണം ഈ മനുഷ്യൻ അത്രയധികം ക്രൂരനാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച ക്രൂരനായ മനുഷ്യനായിരുന്നു. 2023 ഒക്ടോബർ 11 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ രാജേഷ് ശർമ്മ കുറിച്ച വരികൾ അക്ഷരാർത്ഥത്തിൽ മനുഷ്യത്വമുള്ളവരെ ഞെട്ടിക്കുന്നതാണ്. സംഘപരിവാർ എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധരുടെ കൂട്ടമാണ്. ഇസ്രായേലിനെ, അമേരിക്കയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട ആളാണ് രാജേഷ് ശർമ്മ. ഐ തിങ്ക് ഇസ്രായേൽ ഷുഡ് നൗ എത്നിക്കലി ക്ലൻസ്ഡ് ഗസ ആൻഡ് മേക്ക് ഇറ്റ് non-Muslim territory. This is the only solution to maintain peace there. IDF-നും മൊസാദിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ആ വരികൾ അവസാനിക്കുന്നത്. ഗസയിലെ മുഴുവൻ മനുഷ്യരെയും കൊല്ലണം, അവരെയൊക്കെ ഉന്മൂലനം നടത്തണം, അവിടെ മുസ്ലിങ്ങളില്ലാത്ത ഒരു ടെറിട്ടറിയായി മാറ്റണം. അതാണ് സമാധാനത്തിനുള്ള ഒരേ വഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് രാജേഷ് ശർമ്മയുടെ കുറിപ്പ്. ഏത് രക്തദാഹികളെയാണോ സപ്പോർട്ട് ചെയ്തത്, അതേ രക്തദാഹികൾ, അതേ ഇസ്രായേൽ, അതേ അമേരിക്ക രക്തദാഹിയായ രാജേഷ് ശർമ്മയുടെ നിഷ്കളങ്കനായ മകനെ കൊല്ലുന്നു. ഇതാണ് ആളുകൾ പറയുന്ന കർമ്മ. ആദിത്യ ശർമ്മ ഉൾപ്പെടെയുള്ള 3 പേരുടെയും മരണത്തിൽ മനുഷ്യരെല്ലാവരും ദുഃഖിക്കുന്നു. എന്നാൽ ആ പിതാവിൻ്റെ ദുഃഖത്തിൽ പങ്കെടുക്കാൻ ആരുമുണ്ടായില്ല. കാരണം
അദ്ദേഹം രക്തദാഹിയായ ഡ്രാക്കുളയായിരുന്നു. ഗസയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നുകളയണം എന്നാണ് സംഘപരിവാറുകാരനായ മോദിഭക്തനായ വർഗീയവാദിയായ രാജേഷ് ശർമ്മയുടെ ഉള്ളിലിരിപ്പതായിരുന്നു. ഇത് ഒരു രാജേഷ് ശർമ്മയുടെ മാത്രം കാര്യമല്ല. ഗസയിൽ കൊല്ലപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ വരുന്ന വാർത്തക്കും ആ ചിത്രത്തിനും അടിയിൽ സ്മൈലി ഇമോജിയിട്ട് ആനന്ദ നൃത്തം ചവിട്ടുന്ന മലയാളികളായ വർഗീയവാദികളായ മനുഷ്യത്വമില്ലാത്ത കുറേ മനുഷ്യർ നമുക്കിടയിലുണ്ട്. വർഗീയത നുരഞ്ഞു പൊന്തുന്ന ഹൃദയവുമായി ജീവിക്കുന്ന ചില മനുഷ്യമൃഗങ്ങൾ നമുക്കിടയിലുണ്ട്. ആ വർഗീയ വിദ്വേഷ ചിന്താഗതിക്കാർക്കൊക്കെ വലിയ പാഠമാണ് രാജേഷ് ശർമ്മ. ഒരു സമൂഹത്തോടുള്ള അന്ധമായ വെറുപ്പും വിദ്വേഷവും അന്യായവും അനീതിയും കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ.